നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിത. സ്വകാര്യത പരിഗണിക്കേണ്ടെന്നും ഹർജി. കോടതിയിൽ നടക്കുന്നത് പുറം ലോകം അറിയണമെന്ന് നടി. അതിജീവിതയുടെ ഹർജി അന്തിമവാദം നടക്കുന്നതിനിടെ. ശബരിമലയിൽ ഭക്തരെ തടഞ്ഞ് ദിലീപിന് ദർശനം നൽകിയതിൽ കടുപ്പിച്ച് ഹൈക്കോടതി. ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടായെന്ന് CCTV ദൃശ്യങ്ങൾ കണ്ട ശേഷം കോടതി എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കാൻ നിർദ്ദേശം. കേന്ദ്ര സഹായം കിട്ടാൻ കൃത്യമായ കണക്ക് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ഉള്ള തുക ചെലവഴിച്ചില്ലെങ്കിൽ ആരും പണം തരില്ല. ദുരന്ത നിവാരണ ഫണ്ടിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിച്ച് സർക്കാർ. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ ഇടപെടുമെന്ന് കോടതി. സമസ്തയിൽ ഭിന്നത രൂക്ഷം. മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതിന് സ്ഥിരീകരണം. ഉമർ ഫൈസിയുടെ കള്ളൻ പരാമർശമാണ് തർക്കത്തിന് കാരണമെന്ന് ബഹാവുദ്ദീൻ നദ്വി. തർക്കമുണ്ടായെന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ. ഈ വിധത്തിൽ ത്യാഗോജ്ജലമായ നേതൃത്വമാണ് വൈക്കം സത്യാഗ്രഹത്തിന് പെരിയാർ നൽകിയത്. പ്രവേശനം നിഷേധിക്കപ്പെട്ട വൈക്കത്ത് തന്റെ പെരിയാറിൽ നിന്ന് നമ്മൾ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുമുണ്ട്. വൈക്കത്ത് തന്തൈ പെരിയാറിന്റെ നവീകരിച്ച സ്മാരകം ഉയർന്നു. സ്മാരകം തുറന്നുകൊടുത്തത് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ചേർന്ന്. സഹകരണ ഫെഡറലിസത്തിന്റെ ഉദാഹരണമെന്ന് പിണറായി. തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ദിനമെന്ന് സ്റ്റാലിൻ. വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം. ഗ്രൂപ്പ് പോരിനിടെ പരസ്യ പ്രതികരണം നടത്തിയ യുവ നേതാക്കൾക്കെതിരെ കോൺഗ്രസിൽ നടപടി. KPCC അംഗം JS അഖിലിനെ മാധ്യമ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചതിന് പ്രതികാര നടപടിയെന്ന് അഖിൽ. നടപടിക്ക് പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടില്ലെന്ന് വിശദീകരണം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പാലായിൽ മരം വീഴുന്നതിനിടെ അത്ഭുതകരമായി കാർ യാത്രികൻ രക്ഷപ്പെട്ടു.